ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم ما ضل عن سبيله وهو أعلم بالمهتدين. ഈ പഴഞ്ചൻ മതത്തിൽ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഈ ബേജാറിൻ്റെ ഇടയിൽ ഇനിയൊരുക്കി കാത്തിരിക്കുകയാണ് അത്രേ യുക്തിവാദികൾ. എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നത്, എന്തിനാണ് നിങ്ങൾ പർദ്ദ ധരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ പഴഞ്ചൻ മതത്തിൽ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഈ ബേജാറിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറയുന്ന ചില തമാശകൾ എന്ന് പറയല്ല, ഒരു മതത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിൽ ജനിച്ച് ജീവിച്ച കുട്ടികളെ, ആ കുട്ടികൾ മുതിർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് സാമാന്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രായമായി വരുന്ന സമയത്ത് വകതിരിവിലേക്ക് പോകുമ്പോൾ, വിദ്യാഭ്യാസം നേടുമ്പോൾ അവർ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുമെന്ന ഒരു ഭയമാണ് ഈ മത നേതൃത്വത്തെ ഗ്രസിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഒന്നാമതായിട്ട് ലിയാഖത്തലി പറയുന്നത് മതം ഉപേക്ഷിച്ച് പോകുമെന്ന പേടി കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് നടത്തുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ മതം ഉപേക്ഷിച്ച് പോകുന്നുള്ള പേടി കൊണ്ട് മാത്രമല്ല, അപ്പം അതിനപ്പുറത്തേക്ക് മതം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും കൂടി ഇതിനുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് പറയാം. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പോൾ അതും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ലഹരിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാം നടത്താറുണ്ട്. അതുപോലെ തന്നെ മറ്റ് തിന്മകളിലേക്ക് പോവാതിരിക്കാൻ അതിനെതിരെ ഉള്ള പ്രോഗ്രാംസ് നടത്താറുണ്ട്. പോണോഗ്രഫിക്കെതിരെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പൊ ഇതെല്ലാം മോശമായ എല്ലാ കാര്യങ്ങൾക്കും എതിരെ മുസ്ലിങ്ങളും മറ്റുള്ളവരും പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പൊ നിങ്ങളുടെ ആശയവും വളരെ മോശമാണ്. അപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ നശിച്ചു പോകും, സമൂഹം നശിച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാംസ് നടത്തുന്നത്. എന്തുകൊണ്ട് ലീവിങ് ടുഗദർ മോശമാണ് എന്നുള്ളത് നമുക്ക് ലീവിങ് ടുഗദറുമായി ബന്ധപ്പെട്ട സ്റ്റഡീസോ ഈവൻ നമുക്ക് കുറച്ചു നാൾ മുമ്പ് അറിയാം, കോടതി തന്നെ പറഞ്ഞു ലീവിങ് ടുഗദറിൽ ഒരു കരാർ വേണം, അല്ലെങ്കിൽ അതിനകത്ത് കുറെ നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് വരെ കോടതി പറഞ്ഞതാണ്. അപ്പം അത് മോശമാണ് എന്ന് പറയേണ്ട ബാധ്യത നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതല്ല, മറിച്ച് ഇസ്ലാമിലെ വിവാഹമാണ് ഏറ്റവും മനുഷ്യർക്ക് ഏറ്റവും നന്മയായത്, എങ്ങനെയുള്ള മനുഷ്യർക്ക് ആ വിവാഹം കഴിക്കുന്നവർക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്കും ആ വിവാഹം കഴിപ്പിച്ചു കൊടുത്തവർക്കും നന്മ ഇസ്ലാമിലെ വിവാഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ്. അതാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പൊ അതില് നിങ്ങൾ പറയുന്ന, അതായത് നിങ്ങൾ വേഷവിധാനത്തെ കുറിച്ച് പറയുന്നു, അതിന്റെ ഇഷ്ടമുള്ള വേഷം ധരിച്ചൂടെ, ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ രേഖകളുണ്ട്. അതേപോലെ നമ്മൾ തെളിവനുസരിച്ച് എന്ത് ചെയ്യും, ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അദ്ദേഹം തുടരുന്ന പോലെ ഒരുപാട് ആൾക്കാർ തുടരുന്നുണ്ട്, നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തോന്നിവാസം എന്നുള്ള നമുക്ക് പറയുകയാണെങ്കിൽ, ആ തോന്നിവാസം നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കുറെ തോന്നിവാസികൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുറെ ബിസിനസ് പ്ലാൻസ്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മേക്കപ്പ് ഇടുന്ന ആൾക്കാരെ കൂടി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി വലുതാവും, ഫോണോഗ്രാഫി കൂടി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി വലുതാവും. അവിടെ എല്ലാം ബെനിഫിറ്റ് കിട്ടുന്നതിൽ നിങ്ങൾക്കും ചില കുറച്ച് പങ്ക് കിട്ടും. അതുപോലെ തന്നെ ഫാസിസ്റ്റ് നിങ്ങൾ വളർത്തുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് കുറച്ച് പങ്ക് കിട്ടാൻ വേണ്ടി സംഘികളുടെ കുറെ ഫണ്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സംഘികളുടെ കുറെ പ്രൊമോഷൻസ് വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്ലാമിനെ ചിതറി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? പണമാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം സമൂഹത്തിന്റെ മെച്ചപ്പെട്ട വളർച്ചയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ ആദ്യ ഈ ക്ലിപ്പിന് മറുപടി ആയിട്ട് പറയാനുള്ളത്. ബാക്കി ആർക്കുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ. അല്ല, അത് ലിയാഖത്തലിയും ഇത് തന്നെയല്ലേ ചെയ്യണത്. പുള്ളിക്കാരന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാം തെറ്റാണ്. അപ്പൊ അതിനെതിരെ പുള്ളിക്കാരൻ വേദിയിൽ വന്നിട്ട് കാര്യങ്ങൾ പറയണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ആൾക്കാർ നിൽക്കും എന്നുള്ള പേടി പുള്ളിക്കാരനുണ്ട്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്ലാമിന്റെ പ്രചരണം കാരണം കൊണ്ട് അവരുടെ സൈഡിൽ നിന്ന് ഇത് വിട്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ ചേരും എന്നുള്ള പേടി അവർക്കില്ലേ എന്നുള്ള എതിരഭിപ്രായം പറയാലോ. നമുക്ക് മറിച്ച് അങ്ങോട്ട് ചോദിക്കാലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അതേ കാരണം തന്നെ നമുക്കുണ്ടാവും അല്ലെ. അവർക്ക് അവരുടെ ആശയം ശരിയാണ്, നമ്മുടെ ആശയം തെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആശയം ശരിയാണ്, അവരുടെ ആശയം തെറ്റാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയും അപ്പൊ അവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹിപ്പോക്രസിയാണ് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരെന്തുകൊണ്ട് ചെയ്യുന്നു? അവർക്ക് അവരുടെ ആശയം ശരിയാണ്, നമ്മുടെ ആശയം തെറ്റാണ്, ഇതിൽ നിന്ന് അതിലേക്ക് വരണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഈ പണത്തിന്റെ കാര്യം മാറ്റി വെച്ചാൽ തന്നെ ഇപ്പൊ പണത്തിന്റെ ഒക്കെ അത് വേറെ കുറെ ഇഷ്യൂസ് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണത്തിന്റെ വേറെ യാതൊരു രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, ഇൻസെന്റീവ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലും അവർ ഉദ്ദേശിക്കേണ്ടത് ഇതാണ് അല്ലെ.
സാമാന്യ ബോധത്തോടെയും യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ യുക്തി വെച്ച് ചെയ്യേണ്ടത് എന്തെന്നാ, തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ചീത്തയാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്ന് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഹ്യമായിട്ട് അവർ പറയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പുറകെ വേറെ കുറെ അവർക്ക് കാര്യങ്ങൾ ഉണ്ടാവാം. യൂട്യൂബ് വരുമാനം ആയാലും ബാക്കി പറഞ്ഞ സംഘികളെയും ഫാസിസ്റ്റുകളൊക്കെ വളർത്തി വരാനായാലും ഇസ്ലാമിനെ നശിപ്പിക്കാനായാലും എന്നുള്ള രീതിയിൽ അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ യുക്തിപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു ആശയം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു നടക്കുന്നത് തന്നെ? അതാണ് അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ പോയിന്റ്. പിന്നെ അജ്മൽ പറഞ്ഞ പോലെ ബാക്കിയുള്ള അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഉണ്ടാവും, ഫിനാൻഷ്യൽ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ചിന്തിക്കാണ്ടാണ് ഈ പുള്ളിക്കാരൻ പറയണേന്നുള്ള കാര്യമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. ഞാനും ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാം. അതായത് പുള്ളി പറയുന്നത് കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് ആൾക്കാർ, സൂക്ഷിച്ചു പോണം. അത് സത്യമല്ലേ? അല്ലെന്നാണോ ജാഗ്രതയുടെ വാദം? മതം വിട്ട പെണ്ണുങ്ങളുടെ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്ക്. ഇറങ്ങിയ ഉടനെ കൺസെന്റ് ആങ്ങളമാര് ചുറ്റി നടന്നു, കൺസെന്റ് എന്ന് പറഞ്ഞിട്ട്. അത് കെണിയല്ലേ? അത് നേരെ ചൊവ്വേ ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ ഒരു കല്യാണത്തിലൂടെ മാത്രമേ ഒരു കുടുംബജീവിതം നയിക്കാവൂ എന്ന് നല്ല ഉദാത്തമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പുറത്തോട്ട് ഇറക്കിയിട്ട് ഇത് വേണ്ട, ഇത് ശരിയല്ല, ഇതാണ് ശരി, ആരുടെ കൂടെയും പോവാം, ഏത് സമയത്തും പോവാം എന്ന് പറഞ്ഞ് ഈ സൊസൈറ്റിയെ ഇല്ലാതാക്കി ഒരു 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 ഡ്രെയിനേജ് ആക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ചുറ്റിപ്പറ്റി ഇവിടെ നിൽക്കുമ്പോ അത് കെണി തന്നെ അല്ലേ? അത് വന്നവര് തന്നെ പറഞ്ഞിട്ടില്ലേ ഇത് ഞാൻ എന്തോ ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നത്, പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും വൃത്തികെട്ടവന്മാരാണ് എന്നുള്ളത്. നിങ്ങളുടെ ഐഡിയോളജി അങ്ങനെയാണ് നിങ്ങൾ വെച്ചേക്കുന്നത്, അങ്ങനെയാണ് അവിടെ ബ്രെയിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ആരാ മനു അങ്കിളോ മനു പ്രസാദോ ഒക്കെ പറഞ്ഞ കേട്ടില്ലയോ? അതിലേക്കല്ലേ നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരെ? പിന്നെ അത് കെണിയല്ലാതെ പിന്നെ എന്തുവാ? പിള്ളേരെ ബോധവൽക്കരിക്കണം, കൂടുതൽ ബോധവൽക്കരിക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരിപാടി നടത്തുന്നത്. കെണിയിൽ പോയി പെടരുത്, ലിയാഖത്തിൽ വിളിക്കുന്നത് ചതിക്കുഴിയിലേക്കാണ്, കെണിയിലേക്കാണ് എന്ന് തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല, അതിലേക്ക് തന്നെയാണ്. കുട്ടികൾക്കൊന്നും പറയാൻ പാടില്ല, വകതിരിവ് വരുന്നവരൊന്നും മിണ്ടാൻ പാടില്ലെന്ന്. അപ്പൊ നമ്മൾ കൊച്ചുങ്ങൾക്ക് ഒന്നും നല്ല ചീത്ത ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവന് 18 വയസ്സായതിനു ശേഷം അവൻ തീരുമാനിക്കും പുക വലിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കണോ വേണ്ടയോ, മോഷ്ടിക്കണോ വേണ്ടയോ, സത്യം പറയണോ വേണ്ടയോ, ബാക്കിയുള്ളവരെ ദ്രോഹിക്കണോ വേണ്ടയോ. ഇതെല്ലാം നമ്മളൊന്നും പറഞ്ഞു കൊടുക്കരുത്, ഒരു നല്ലതും പറഞ്ഞു കൊടുക്കരുത്. 18 വയസ്സിന് ശേഷം അവൻ വകതിരി വന്നതിന് അവൻ തീരുമാനിക്കും. എത്രത്തോളം അപകടകരമായ ചിന്താഗതിയാണ് ഇവർ വിതയ്ക്കാൻ നോക്കുന്നത്. ഇനി ഇവരുടെ അത്ര ഉദാത്തമാണ് ഇവരുടെ കെണിയല്ല, വലിയ ഉദാത്തമായ ഒരു ഐഡിയോളജിയാണ് ഇവരുടേതെങ്കിൽ 365 ദിവസം ലൈവ് നടത്തുന്ന ലിയാഖത്തിൽ ഒരു ദിവസമെങ്കിലും സ്വതന്ത്ര ചിന്ത എത്ര മഹത്തരമെന്ന് വീഡിയോയിട്ട് ആരും കണ്ടിട്ടുണ്ടോ? 365 ദിവസവും ഇസ്ലാം ശരിയില്ല എന്ന് മാത്രം പറയാനാണ് ലിയാഖത്തിൽ വീഡിയോ ഓൺ ചെയ്യുന്നത്. ഒരു ദിവസമെങ്കിലും ലിവിംഗ് കൊണ്ടുവർ നോക്കൂ, ഞങ്ങൾ ആ സ്വതന്ത്ര ചിന്തയിൽ നോക്കൂ, പെണ്ണുങ്ങളൊന്നും ആരോടെയും പോവാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ നോക്കൂ, നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇത് ഉഡായിപ്പ്, പക്ക ഉഡായിപ്പ്. ഇന്ന് ഇസ്ലാം വിമർശനം മാർക്കറ്റിലും ചെലവാകും, ആൾക്കാരുടെ അടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് പൈസ സമ്പാദിക്കാം എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ലിയാഖത്തിലേക്കുള്ളൂ. അല്ലാതെ സ്വതന്ത്രന്റെ അയക്കൊന്നുമല്ല, അയാൾക്ക് ഇസ്ലാമും ഒന്നുമല്ല. ഇന്ന് ഈ ടോപ്പിക് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ 4 പേര് കേൾക്കാൻ വരും, അങ്ങനെ അയാളുടെ പ്രൊഫൈൽ കുറിച്ച് കൂട്ടാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, ഞാൻ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യില്ല. ഈ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യം പറഞ്ഞിരുന്നു. വസ്ത്രധാരണന്റെ കാര്യം ഇപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അവര് പറയുന്ന വസ്ത്രങ്ങളായിരിക്കും, ഒരു യൂണിഫോം ആയിരിക്കും ചിലപ്പോൾ അവര് നിർദ്ദേശിക്കുന്നത്. അത് സ്ത്രീക്ക് ആവട്ടെ പുരുഷനാവട്ടെ വേറെ യൂണിഫോം ആയിരിക്കും. അത് കൊടുക്കുന്നത് അവര് നിർബന്ധമായിട്ട് ഇട്ട് പോവേണ്ടതുണ്ട്. ഇനിയിപ്പോ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് ഇട്ട് പോവാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നാളെ മുതല് മുതലാളി പറയും നാളെ മുതൽ വരണ്ട, നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ഇട്ടോളി, പക്ഷെ ഇവിടെ നടക്കൂല എന്ന് പറയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് അവർ ഇടണം എന്നൊന്നുമില്ല. പക്ഷെ നിർബന്ധം ഉണ്ട്. എങ്ങനെ? ഇസ്ലാമിൽ നിന്നുകൊണ്ടാണെങ്കിൽ അവരുടെ വസ്ത്രം അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമുണ്ട്. അതൊരു ഡിസിപ്ലിൻ ആണ്. ഇത് ആരും ഡിസിപ്ലിൻ അല്ല എന്ന് ആരും പറയില്ല. അതേപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ആണിത് എന്ന് മനസ്സിലാക്കുക. ഇനി